ഗുഡ് മോർണിംഗ് ഫ്രം മണാലി. അങ്ങനെ നമ്മൾ ഇന്നലെ നൈറ്റ് മണാലി എത്തി. പിന്നെ നൈറ്റ് പിന്നെ ഞങ്ങൾ കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് എന്താ പറയുക, ബൈക്ക് ഓടിക്കുന്ന സീൻസ് മാത്രമായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നെത്തിയിട്ട് ഒരു മലയാളീസ് തന്നെ നടത്തുന്നൊരു ഹോം സ്റ്റേ പോൾ സെറ്റപ്പിലാണ്. ഇവിടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെസ്റ്റ് ഓഫ് വാണ്ടർലസ്റ്റ്. ഇതാണ് നമ്മുടെ ഇതെടുത്തേക്കുന്നത്. ഞങ്ങൾ വന്നപ്പം റൂമും കാര്യങ്ങളൊക്കെ അടിപൊളി, ഒരു നീറ്റ്, ഒരു രക്ഷയില്ല. ഇത് ഇവരുടെ പുതിയ പ്രോപ്പർട്ടിയാണ്. അവരുടെ പഴയത് അവിടെ ഉണ്ട്. അവർ അങ്ങോട്ട് ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മണാലി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചെറിയ ചെറിയ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ നോർമൽ ടെമ്പറേച്ചറാണ് കേട്ടോ. നമുക്ക് ബാക്കി എല്ലാവരും തണുപ്പ് പറയുന്നുണ്ട്. നമ്മളിപ്പം -7 എന്നൊക്കെ വന്നുകൊണ്ട് വലിയ തണുപ്പൊന്നും ഒരു ഏശുന്നില്ല. അതൊക്കെയാണ് സീൻസ്. ദേ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടോ, അടിപൊളിയാട്ടോ. ഇതുണ്ടോ, ഇത് ഫുൾ ആപ്പിൾ തോട്ടം, ഇത് മൊത്തം ആപ്പിൾ തോട്ടം, അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പോകുന്ന വഴി എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിക്കാം. പിന്നെ അതുപോലെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാവിഗേറ്റർ സുഹിത്തേട്ടനാണ്. ഇത്രയും ദിവസം വലിയ മാപ്പൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ വന്നു. ഇനി അങ്ങോട്ട് മാപ്പ് വേണം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഹിഡിംബ ടെമ്പിൾ. മണാലിയിൽ നിന്ന് അടിച്ചു നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന റിവ്യൂ അതാണ്. അതെ, ഇപ്പം കറക്റ്റ് പ്ലാനിങ് ഉണ്ട്. പണ്ടത്തെ പോലെ, മീൻസ് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ കറക്റ്റ് പ്ലാനിങ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി കുറച്ചൊന്ന് ബുദ്ധിമുട്ടി ഫസ്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പം ഈ പ്രോപ്പർട്ടീൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇട്ടേക്കാം. അടിപൊളിയായിട്ടോ, രണ്ട് സൈഡിലും ഇതേ ആപ്പിൾ തോട്ടം. ഇത് കുറച്ചൊന്ന് കയറി വരണം മുകളിലേക്ക്, അതാകുമ്പോൾ അതിൻ്റെ ഒരു വൈബ് കിട്ടും. കണ്ടോ കുത്താനുള്ള ഇറക്കാം കേട്ടോ. നമ്മളെന്നാൽ രാത്രി വന്ന വഴി ഇതിങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാൻ പോലും ഇല്ലായിരുന്നു. ഓ മൈ ഗോഡ്, ഇതിൽ കൂടിയാണ് ഇന്നലെ ഇറങ്ങി വന്നേ. അറിയില്ലായിരുന്നു. ഇവിടെ ഇതൊക്കെ ചെറുതാട്ടോ. കുത്തനുള്ള വേറെ കയറ്റങ്ങളും ഉണ്ട് ഹിമാചലിൽ. ഐ മീൻ ഈ പ്രോപ്പർട്ടീസ് ഉള്ള സ്ഥലങ്ങളെ വേറെ കുത്തനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നൈസ് വൈബ് കേട്ടോ ഇവിടെ. ഓ നോ, അവിടുന്ന് ലോറി, ഇവിടേക്കൊക്കെ ലോറിയോ? എന്തോരം ലോറികളാ എടുത്തെടുത്ത് ഒരു സൈഡിൽ തരാൻ പറഞ്ഞായി. ഇത് റിസ്ക്കാ. ഞങ്ങൾ ആ സൈഡിൽ എടുക്കട്ടെ. സുഹിത്തേട്ടാ, ഈ സൈഡിൽ വരി. ഫോണ് പിന്നെ ചെയ്യടാ. ഇത് നോക്ക്. പോട്ടെ. ഓ സുധീറ ഇപ്പൊ വീണോ എടേ? ഓ വീണോ? ഞാൻ പെട്ടെന്ന് വെച്ചാൽ പോയി. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ, ഐ മീൻ ആ കുടുക്ക് വഴിയില്ലേ, അതിനകത്തു നിന്നൊക്കെ പുറത്തേക്ക് വന്നു. നല്ല മരങ്ങളൊക്കെ ഉള്ള ഏരിയയിലെത്തി. ആഹാ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇത് കണ്ടോ, ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏതായിരുന്നു? ഇതാണ് ജോഗിനി വാട്ടർഫാൾസ്. നമുക്ക് ഈ റോഡ് നേരെ മാപ്പിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ റോഡ് നേരെ കയറി വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ വരെ പോകുള്ളൂ. നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു, സേഫാക്കി. പുള്ളി എന്നോട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. एक घंटा है क्या? ओके ठीक है. यही काम बोल रहा हूँ, ट्रैकिंग हूँ मैं, 4 साल काम किया है. हाँ, आराम से जाएगा. यहाँ से लेकर माउंट एवरेस्ट तक गया है. हाँ ट्रैकिंग करने. ഓക്കെ ഭയ്യ, ബൈ. ഞങ്ങളങ്ങനെ ജോഗിനി വാട്ടർഫാൾസിലേക്കുള്ള ചെറിയ തോതിലുള്ള ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് ഇതിലേക്ക് വെക്കേണ്ടി വരും. വാ പൊളി കുത്തനെ കയറാണ്ട് കേട്ടോ. അത്
എന്തായാലും കൊള്ളാം. കാണുന്ന വഴി കയറിക്കോ. ഇതിൽ പോകണ്ട, ഇതിൽ ഞാനല്ല, മൂക്കും കുത്തി വീഴും. ഇതിൽ പോകുന്നതാണല്ലേ. താഴത്തുള്ള പുള്ളിക്കാരൻ പറഞ്ഞ 1 മണിക്കൂറത്തെ ട്രക്കിംഗ് ഉണ്ട് എന്നാണ്. അതായത് 1.5 കിലോമീറ്റർ അല്ലേ? ടീക്കേ. ഇതിലെ കയറി ഇതിലെങ്ങോട്ട് കയറാനാണ് പറയുന്നത് കേട്ടോ എൻ്റെ മോനെ. ഓ വീഡിയോൻ്റെ സൗണ്ട് മ്യൂട്ടാക്കേണ്ടി വരുമോ? പട്ടി കിതക്കുന്ന മാതിരിയില്ല, കിതപ്പ് കേൾക്കൂ. അമ്മേ, ഞങ്ങൾക്ക് അവിടെയുള്ള ദാദ പറഞ്ഞത് ഒരു ആപ്രിക്കോട്ടിൻ്റെ മരമുണ്ട്, അതിലേ പോകേണ്ടതെന്ന്. അതാണ് അടയാളം. കണ്ടോ ആപ്രിക്കോട്ടിൻ്റെ മരം? പൊള്ളിയാണ് മക്കളെ. ഇവിടെ ഒരു പ്രാവശ്യം അങ്ങനെ വരണം കേട്ടോ. നൈസാണ്, നൈസാണ്. അതെ, വഴിയൊക്കെ നമുക്ക് സ്വന്തം ഉണ്ടാക്കിയിട്ട് പോവാം. ജോഗിനി വാട്ടർഫാൾസിലേക്ക് ട്രക്ക് ചെയ്ത് നമ്മൾ അവസാനം എത്തുന്നത് ഈ ഒരു വാട്ടർഫാൾസിലേക്കായിരിക്കും. ആക്ച്വലി അതല്ല, നമുക്ക് തിരിച്ചിറങ്ങിയിട്ട് വേറെ വഴിയാണ്. നമുക്ക് റൂട്ട് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ശ്രദ്ധിക്കുക. ഈ ചെറുതല്ല ജോഗിനി വാട്ടർഫാൾസ്, വേറെ വാട്ടർഫാൾസിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടുന്ന് താഴത്തെ ആരോടെയും ചോദിച്ചു നോക്കിയാൽ മതി. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതാണ് ജോഗിനി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതല്ല, ഇന്ന് പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഞങ്ങൾ പോകുന്ന വഴിയുണ്ടോ? ഒന്ന് അങ്ങോട്ടോ തെറ്റിയാൽ നെഞ്ചിലും ഞാനോ തപ്പിടി പിടി. ഓക്കെ. ഓ കണ്ടോ നമ്പരാണേ. പോലെ വഴിക്ക് നീ കുറച്ച് ദൂരം കൂടിയല്ലോ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇരിക്കാം. നമ്മളങ്ങനെ എത്തി. കാണോ തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. കിടിലൻ വൈബ്. ഇതടാ. ഓ വേണ്ടാ. അങ്ങനെ നമ്മളിവിടെ ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ വരാതെ പോകരുത്. മണാലി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാതെ പോകരുത്. ഒരു രക്ഷയില്ല, കിടിലനാണ്. കണ്ടില്ലേ? അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വെള്ളം അടിച്ച് കയറുന്നുണ്ട്. നേരത്തെ കാറ്റ് കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ കാറ്റ് കൂടി വരുന്നുണ്ട്. ഇനി ഞങ്ങൾ ലേറ്റ് ആക്കുന്നില്ല. സമയം ഓൾറെഡി ഇപ്പോൾ 3:30 ആയി. ഇനി നേരെ പോവുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ഓക്കെ, ബൈ. Until next time.